ഹാൻഡ്സ് അപ്പ് ഇൻസ്പെക്ടർ. പക്ഷെ എന്തിനാ ഞങ്ങള് ബാങ്ക് റോബേഴ്സ്? തോക്ക് മര്യാദക്ക് താഴെയിടൂ. തുവേദി, ചതുർവേദി, നിങ്ങൾ രണ്ടുപേരുടെ അടുത്ത് ആരാ കൈവക്കാൻ പറഞ്ഞ? വേഗം തോക്കെടുത്ത് കൈ പിടിക്ക. സോറി കേട്ടോ. എന്റെ പരിധിയിൽ മോഷണം. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ഏതേലും കള്ളൻ മോഷ്ടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും നിർത്തിക്കോളാൻ, അല്ലെങ്കിൽ നിങ്ങള് കൈ മേലേക്ക് പിടിച്ചോണ്ട് അങ്ങനെ തന്നെ നിക്ക. ഞാൻ പറയുന്നത് വരെ അങ്ങനെ തന്നെ നിക്കണം. വാ, നമുക്ക് വേഗം പോകാന്നേ. ബാങ്കിന്ന് കാശടിച്ച് മാറ്റി പോലീസിനെ വേഗം വിളിക്കേ. എമർജൻസി പോലീസ്. സാറേ, നമ്മള് രണ്ടാളും പോലീസാണല്ലോ. ശരിയാണല്ലോ. പക്ഷെ ഞാൻ ഇപ്പൊ തന്നെ ശിവനെ വിളിക്കട്ടെ. അവൻ ചേസിംഗില് കിടിലനാണല്ലോ, കിടിലൻ. ഹലോ, ഓക്കെ ലിഡിസിൻ സർ, ഞാൻ അവിടെ എത്തിയേക്കാം. റേവ, കുറച്ചു പേര് വേദാസ് ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചു വേദാസ് സ്റ്റോക്കിലേക്ക് പോയിരിക്കുന്നു. വേദാസ് സ്റ്റോക്കിലേക്ക് എത്താൻ ഇതേ ഉള്ളൂ ഷോർട്ട് കട്ട്. ഞാൻ ഇതുവഴി പോയേക്കാം. നിങ്ങൾ മെയിൻ റോഡ് വഴി വന്നാ മതി. ഓക്കെ ശിവ. നടുറോട്ടിൽ കിടന്ന് എന്തുവാ കാണിക്കുന്നേ? ത്രിവേദി, ആ ബാഗവൻ എടുത്തോണ്ട് പോയി കേട്ടോ. നമുക്ക് ഇവിടുന്ന് പോകാം. ഓടാൻ നോക്ക്. സർ, ഇതാ കള്ളന്മാർ മോഷ്ടിച്ച പണം ഇതിലുണ്ട്. അവര് സ്കൂളിലേക്ക് പോയി. നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അവരെ പുറകെ പോകാം. ശരി. മുകളിലേക്ക് പോ. ഈ ഷേർ സിംഗിന്റെ ആളുകള് വിറക് വെട്ടാൻ പോകുന്നതായിരിക്കും നല്ലത്. ഒരു കുട്ടി ബാഗ് തട്ടിയെടുത്തത്ര. കുടത്തിലെ വെള്ളത്തിൽ മുങ്ങി ചാവട നീയൊക്കെ. ത്രിവേദി, കുടത്തിലെ വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലെങ്ങനെയാ നമ്മള് ചാവുക? ഒന്നും മിണ്ടാതിരിക്കടോ, അല്ലെങ്കിൽ തന്നെ മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുക. ഷേർ സിംഗ് സാറേ, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഒന്ന് പറ. ഞങ്ങള് മുഴുവനായിട്ട് അങ്ങ് കുടുങ്ങി കിടക്ക ഇവിടെ. ഷേർ സിംഗിന്റെ ആളുകളൊക്കെ സിംഹമായിരിക്കണം. സ്കൂളിലല്ലേ, അവിടത്തെ കുട്ടികളെയും ടീച്ചേഴ്സിനെയും ഒക്കെ ഹോസ്റ്റേജ് ചെയ്യൂ. എന്നിട്ട് ഞാൻ 20 കോടി രൂപ ചോദിക്കും. എന്നിട്ട് ജയിലിലുള്ള എന്റെ ആളുകളെ ഞാൻ പുറത്തിറക്കും. കുട്ടി,
ഞങ്ങളുടെ ബാഗ് മര്യാദയ്ക്ക് താ. വേഗം കൊണ്ടുവരാൻ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ഞാൻ 3 പ്രാവശ്യം എണ്ണും. അതിന്റെ ഉള്ളിൽ നിയമത്തിന്റെ മുന്നിൽ കീഴടങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ പിടിക്കാൻ ഉള്ളിലേക്ക് വരും. ആ എണ്ണം ഒന്ന് മുഴിപ്പിക്കാൻ സമ്മതിക്കാന്നല്ലേ? സാറേ ഒന്ന് എണീറ്റേ. കേറ്. ശിവ, അവന്മാർ സ്കൂൾ ബസ് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. കൊള്ളാം സിംഹങ്ങളെ, ജോലി നന്നായി ചെയ്തിരിക്കുന്നു. ഗാഡ്സ്, ബസ്സിൽ പോയി അവരെയൊക്കെ ശ്രദ്ധിക്ക്. വരൂ സിംഹങ്ങളെ, എന്റെ കൂടെ വരൂ. ഇനി നോക്കിക്കോ, സർക്കാരിനോട് ഞാൻ എന്തൊക്കെയാണ് ആവശ്യപ്പെടാൻ പോകുന്നതെന്ന്. നമ്മൾ ആവശ്യമില്ലാതെ കുടുങ്ങി. നമുക്ക് നമ്മുടെ പണി ചെയ്താ മതിയായിരുന്നു. സാറേ നമ്മളിപ്പോ എങ്ങനെ അകത്തേക്ക് പോവാ? ടാങ്കറിനെ വിളിക്കണോ മതില് തകർത്ത് അകത്തേക്ക് പോവാൻ? ഞാൻ കമാൻഡോന്റെ ട്രെയിനിങ് എടുത്തത് വെറുതെ ആവില്ല. താൻ കണ്ടോ ഞാൻ ഈ മതിലിന്റെ മീതെ കേറി എങ്ങനെ അപ്പുറത്തേക്ക് കിടക്കാൻ പോണെന്ന്? സാറേ അത് വേണോ? ഏ സാറേ സാറിപ്പോ എന്തായി കാണിച്ചത്? എന്റെ അകത്തുള്ള കമാൻഡോ അത്ര പെട്ടെന്ന് തോൽക്കില്ല. ഹൈ, ഹത്തരി, ഹത്തരി, ഹത്തരി. വിടില്ല, വിടില്ല. ഞാനിങ്ങനെ മുറുക്കി പിടിച്ച് കേറോ. ഇപ്പൊ സാറിന്റെ അകത്തുള്ള കമാൻഡോ എന്താണ് പറയുന്നത്? പേടാറാം, തോൽവി സാധാരണ പതിവുള്ളതാണ്. പക്ഷെ ലഡ്ഡു സിംഗ് അത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കില്ല. ഇപ്പൊ അകത്തുള്ള കമാൻഡോ സാറിനോട് എന്താണ് പറയുന്നത്? അത് പറയുന്നത് ഇങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ ഈ ഗേറ്റ് തുറക്കുമെന്നാണ്. സാറേ ഗേറ്റ് തുറന്നെ ഇരിക്കുന്നത്. ആവശ്യമില്ലാതെ സാറിന്റെ അകത്തുള്ള കമാൻഡോനെ ഇപ്പൊ വിളിച്ചു ഉണർത്തിയില്ലേ? പേടാറാം, shut up. March left, right, left, right, left, right, left, right.
ഈ കുട്ടി എവിടുന്നാ വന്നേ? വേഗം പിടിക്കവനെ. അങ്ങോട്ട് ചെന്ന് നോക്ക്. യെസ്, ആരാണ്? ഞാൻ ഷേർ സിംഗ് ആണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ എന്റെ താവളത്തിലാണ്. അതെ, നിങ്ങളെന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാനൊരു സ്കൂളും നടത്തുന്നില്ല. ഞാനൊരു പോലീസ് ഇൻസ്പെക്ടറാണ്. പോലീസ് ഇൻസ്പെക്ടർ. ഒരുപാട് ബുദ്ധിജീവിയാവാൻ ശ്രമിക്കരുത് ഇൻസ്പെക്ടറെ. 20 കോടി തന്നാൽ മാത്രമേ ഞാൻ ഈ കുട്ടികളെ വിട്ടുതരൂ. 20 കോടിയോ? 20 കോടിയോ? ഞാൻ അത്രയ്ക്ക് പണക്കാരനൊന്നും അല്ല. കള്ളന്മാരെ പേഴ്സ് പോലെ അടിച്ചു മാറ്റി 20 കോടി പോയിട്ട് എന്റെ അടുത്ത് ഇപ്പൊ 20 ഉറുപ്പ്യ പോലും ഇല്ല. മനസ്സിലായോ? ഫോൺ വെക്കേ. വരൂ കുട്ടി, വരൂ. നിന്റെ വരവും കാത്ത് ഞാനിവിടെ കാത്തിരിക്കുകയാണ്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. എന്തായാലും നിന്റെ ഉദ്ദേശമൊക്കെ കൊള്ളാം. എന്നാൽ കുട്ടിയെ കുട്ടി എന്നല്ലാതെ പിന്നെ ചട്ടിന്ന് വിളിക്കൂ. പറ. തറ പറ്റിയല്ലോ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്തോന്നാ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? വേഗം ചെന്ന് പിടിക്കാ കുട്ടിയെ. നിങ്ങളെന്താ കാച്ച് പിടിച്ച് കളിക്കുകയാണോ? ചെന്നവനെ ഇല്ലാതാക്കാൻ നോക്ക്. വെരി ഗുഡ് ശിവ. ഇനി ഞാനിവരെ നോക്കിക്കോളാം. എന്റെ പരിധിയിൽ മോഷണമോ? വിടില്ലേ ഞാൻ. ബെടാറാം, മര്യാദയ്ക്ക് പറഞ്ഞോ, ബാക്കപ്പ് ഫോഴ്സ് എവിടെയാണ്? ഇതുവരെ അവര് വന്നിട്ടില്ല. എന്ത് ഫോഴ്സോ? വേഗം ഇവിടുന്ന് രക്ഷപ്പെടുന്നതായിരിക്കും ബുദ്ധി. ആർക്കെങ്കിലും തള്ളി വേണമെങ്കിൽ വേഗം പോ. നിങ്ങളുടെ ബോസ് ഓടുന്നത് കണ്ടില്ലേ? എനിക്ക് അയാളെ ചെന്ന് പിടിക്കേണ്ടതുണ്ട്. ഞാൻ പോണാതെ നിക്കണോ? ഇവിടെ ഉള്ളവർ എല്ലാവരും ഹാൻഡ്സ് അപ്പ്. ബെടാറാം, എല്ലാറ്റിനും ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യേ. ശരി സാറേ. എനിക്ക് പോണം. എനിക്ക് അത്യാവശ്യം പോയില്ലെങ്കിൽ ശരിയാവൂല.
ശരി ശരി. ആ ചുമരന്റെ പുറകെ പോയിട്ട് വേഗം വരണം. അങ്കിൾ അവര് രണ്ടുപേരും അവിടുന്ന് ഓടിക്കളഞ്ഞാലോ? അതുകൊണ്ട് അങ്കിൾ അവിടെ പോയി നിൽക്കുന്നതാ നല്ലത്. ഓഹോ, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കേ, ഞാൻ ഇപ്പൊ വരാം. പെണ്ണേ, നീ പറഞ്ഞത് വളരെ ശരിയാ. അവന്മാര് രണ്ടും മുങ്ങി. അതിൽ ആ പെൺകുട്ടി മുങ്ങിയല്ലോ. അവന്മാരെന്നെ മണ്ടനാക്കി. ഹലോ ശിവ, ഞങ്ങൾ 3 പേര് രക്ഷപ്പെട്ടു. ഇപ്പൊ വാച്ച് ടവറിലുണ്ട്. We can see you from here. ശരിക്കും പറഞ്ഞ ഇപ്പൊ നീ ടവറിന് താഴെയാണ് ഉള്ളത്. ഓക്കെ രേവ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഇപ്പൊ ഞാൻ അവരുടെ ലീഡർ ഷേർസിംഗിനെയാണ് അന്വേഷിക്കുന്നത്. ഒരു മനുഷ്യൻ നിന്നിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് ഓടി പോകുന്നത് കണ്ടു. ചിലപ്പോ അയാളാവും ഷേർസിംഗ്. താങ്ക്സ് രേവ, അത് അയാൾ തന്നെയാ. നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുക, ഞാനിപ്പോ വന്നേക്കാം. കുട്ടി, നീ എന്റെ പുറകിൽ തന്നെ വരണം. ഇനി സൈക്കിളിന്റെ സൂപ്പർ ഗ്ലൂ പവർ യൂസ് ചെയ്തേ പറ്റൂ. ഇതൊരു കുരിശായല്ലോ. നീ എന്തുവാ സാധനം? എന്നെ വിടുന്ന ലക്ഷണമില്ലല്ലോ. നിങ്ങൾ നിന്നാലല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. കുട്ടികളെ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഡ്രൈവർ, ബസ് ഇപ്പൊ തന്നെ പുറത്തേക്ക് എടുക്ക്, വേഗം. ഞാൻ ഷേർ സിംഗ് ആണ്. ഒരു കുട്ടിയോട് ഞാൻ ഒരിക്കലും തോൽക്കില്ല. എന്താ അങ്കിൾ, ഇനിയും ഫൈറ്റ് ചെയ്യണമെന്നുണ്ടോ? അത് നിർത്തണമെന്നുണ്ടോ? തോൽവി സമ്മതിക്കും അങ്കിൾ. ഷേർ സിംഗ് ഇതുവരെ ആരുടെ മുന്നിലും തോറ്റിട്ടില്ല. ഒരു കുട്ടി എന്റെ എല്ലാ സ്വപ്നങ്ങളും തല്ലി തകർത്തു.
ഷേർ സിംഗിനെ മുട്ടുകുത്തിച്ചു കളഞ്ഞു. 3 cheers for Shiva. Hip hip hooray! Hip hip hooray! Hip hip hooray!